മുഹമ്മദ് കാസിം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഇദ്ദേഹം തന്നെ വിളിച്ച് നീയൊന്നും ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക, മറ്റാരോ ആണ് എന്ന് പറഞ്ഞു എന്ന്. ഈ ജിതിൻ ഭാസ്കറിൻ്റെ ഫേസ്ബുക്കിലൂടെ പോയി നോക്കിയാൽ നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട പലതും കാണാൻ കഴിയും. അതായത് UDFൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രീൻഷോട്ടാണ് എന്ന സിദ്ധാന്തങ്ങളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. ഇത്തരം സംഗതികളുണ്ടാക്കി ശൈല ടീച്ചറെ വേട്ടയാടുകയാണ് UDF സംഘം എന്ന് പറയുന്നു. ഷാഫിയെ അധിക്ഷേപിക്കുന്ന സംഗതികൾ എമ്പാടും കാണാൻ കഴിയും. ഇപ്പം മമ്മൂട്ടി അഭിനയിച്ച ഒരു സീരീസ് ഉണ്ടല്ലോ, CBI. അതിൽ ഒരു ഭാഗത്ത് ടൈലർ മണി എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹമാണ് ആ കേസിൽ അവസാനം കൊലപാതകിയായി പിടിക്കപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ കൊലപാതകിയെ പിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായി അവസാനം വരെ ഉണ്ടാവുക. പക്ഷേ അവസാനം ആക്ഷൻ കൗൺസിലിൻ്റെ ചീഫ് തന്നെയാണ് കൊലപാതകി എന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം കണ്ടെത്തുന്നത്. നാം കണ്ട പടമാണ്, ചിത്രമാണ്. സമാനമാണ് ജിതിൻ ഭാസ്കറിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ. അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രധാനിയായി പ്രവർത്തിക്കുകയും അതേസമയം ഇത് മറ്റാളുകളിൽ ചാരാനുള്ള വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടെടുക്കാൻ കഴിയും.